ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് താഴെ അത് ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്ററായിരുന്നു. ആ പോസ്റ്റ് താഴെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു. അവർക്ക് ഈ ജിമ്മിൽ പോകുന്ന സമയത്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ പരിക്കുകൾ വരുന്നുണ്ട്. അത് കാരണം കൊണ്ട് അവർക്ക് സ്റ്റേബിളായിട്ടൊരു വർക്കൗട്ടിൽ പോകാൻ പറ്റുന്നില്ല, ഇടവേളകൾ വരുന്നുണ്ടെന്ന്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടായിട്ട് പറയാൻ കാരണം വാമപ്പാണ്. നമ്മൾ ഫസ്റ്റ് ജിമ്മിലേക്ക് കടന്നു വരുന്ന ബിഗിനേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും വാമപ്പ് നിരന്തരം ചെയ്യുക എന്നുള്ളതാണ് ജിമ്മിൻ്റെ ആദ്യ പ്രക്രിയ. നമ്മുടെ ശരീരം നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് നേരെ ഡയറക്റ്റ് പോയിട്ട് ജിമ്മിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി മൂവ്മെൻറ്റേ ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വാമപ്പ് ചെയ്തിട്ട് ആ ഫ്ലെക്സിബിലിറ്റി മൂവ്മെൻറ്റിലേക്ക് എത്തിക്കണം. അപ്പോൾ നമ്മൾ ഏതാണോ വർക്കൗട്ട് ചെയ്യുന്നത് അതിന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കണം വാമപ്പിൽ. അതേമാതിരി നമ്മൾ നിരന്തരം നമ്മുടെ ഫുൾ ബോഡി വർക്കൗട്ടുകൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മുടെ പരിക്കിൻ്റെ ഫസ്റ്റ് ഘട്ടം എന്നുള്ളത് മറികടക്കാൻ കഴിയുള്ളൂ. അടുത്തൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്, കറക്റ്റ് ഫോമിൽ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ ഭാരം ഉയർത്തുന്നതിലല്ല കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന ഭാരം എടുത്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് ശരിയായ രീതിയിലാണോ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വർക്കൗട്ട് സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ ക്ലിയറായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പരിക്കിൽ നിന്നും കൂടുതൽ മോചിതരാവാം. അത് ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പരിക്കുകൾ വരുന്നത്. നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ വർക്കൗട്ടിൻ്റെ വെയിറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോസ്റ്റർ ക്ലിയർ ആവില്ല. അങ്ങനെ ക്ലിയർ ആകാതെ വരുന്ന സമയത്ത് നമുക്ക് പരിക്ക് എത്രയും പെട്ടെന്ന് പരിക്ക് വരാവുന്നതാണ്. അപ്പോൾ ക്ലിയർ ഫോമിൽ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. ഈഗോ ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടായിട്ടും ഇപ്പോഴത്തെ കാലത്ത് അത് പ്രധാനപ്പെട്ടൊരു കാരണം തന്നെയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിലും അല്ലാതെ സോഷ്യൽ മീഡിയയിലും കണ്ടിട്ട് അവർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവർ ചെയ്യുന്ന കൂടുതൽ വെയിറ്റ് കണ്ടിട്ട് നമ്മൾ അതുകൂടെ കൊടുത്തിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു പരിക്കുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഈഗോ ലിഫ്റ്റിംഗ്, നമ്മൾ മറ്റുള്ളവരെ കണ്ടിട്ട് മറ്റുള്ളവർ ജിമ്മിൽ അടിക്കുന്നത് കണ്ടിട്ട് തുടർന്ന് അവരുടെ അതേ വെയിറ്റ് നമ്മൾ ഫോം ചെയ്ത് അടിക്കുക, അല്ലെങ്കിൽ അവരെ കാണിക്കാൻ വേണ്ടി അവർ കൂടുതൽ വെയിറ്റ് അടിക്കുക. ഇതൊക്കെ പരിക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നാണ്. അപ്പോൾ ഈഗോ ലിഫ്റ്റിംഗ് എന്നുള്ള സംഭവം ഒഴിവാക്കിയാൽ തന്നെ പരിക്കിൻ്റെ മൂന്നാമത്തെ ഘട്ടവും നമുക്ക് മറികടക്കാവുന്നതാണ്. അത് വിശ്രമം അനുവദിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അതിൽ ഇപ്പോഴത്തെ കാലത്തുള്ള യുവാക്കളുടെ പ്രധാന പ്രശ്നം, നമ്മൾ കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാ ബേസിക്സിന് അടിക്കാൻ വെച്ചാൽ അത് ബേസിക്സിന് നിരന്തരം അടിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരിക്കലും ഒരു മസിൽസിനെ നമ്മൾ നിരന്തരം അടിപ്പിച്ച് നശിപ്പിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പരിക്ക് നിരന്തരം വരും. നമുക്കിപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു നല്ലൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് വിശ്രമം അനുവദിക്കണം. ഒരു മസിൽസ് ചുരുങ്ങിയത് ഒരു 48 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂറെങ്കിലും നമുക്ക് അതിന് റെസ്റ്റ് കൊടുത്തേ പറ്റൂ. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പരിക്കിൽ നിന്ന് മുക്തി നേടാൻ കഴിയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ നിരന്തരം ആ മസിൽസിന് തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരിക്ക് പെട്ടെന്ന് വരും. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമുക്കൊരു മസിൽസിന് വിശ്രമം അനുവദിക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഈ കാലത്തെ യുവാക്കളുടെ ഇടയിലുള്ള ഒരു പ്രവണതയാണ്. ജിമ്മിലെത്തുമ്പോൾ വെള്ളം കൊണ്ടുവരാതിരിക്കുക എന്നുള്ളത്. അവർക്ക് ജിമ്മിൽ ഓടി വരിക, ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുക, ഇറങ്ങിപ്പോവുക. അവർക്ക് ഇതിൻ്റെ ഭവിഷ്യത്ത് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഒന്നാമത്. സംഭവം ജിമ്മിലെ അത്യാവശ്യ ഘടകമാണ് വെള്ളം എന്നുള്ളത്. നമുക്ക് വെള്ളം ജിമ്മിലെത്തുന്ന സമയത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിത് തോന്നുന്നില്ലെങ്കിലും ജിമ്മിൽ അത്യാവശ്യമാണ് നമുക്ക് വെള്ളം കുടിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നല്ല ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്ന സാധ്യത കൂടുതലാണ്. അങ്ങനെ വെള്ളം ഇല്ലാതാകുന്ന സമയത്ത് നമ്മുടെ മസിൽസിന് കൂടുതൽ പ്രശ്നങ്ങൾ വരും, പരിക്കുകൾ വരും. അപ്പോൾ നിരന്തരം ജിമ്മിലെത്തുന്ന ആൾക്കാർ മുടങ്ങാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കുടിവെള്ളം നമ്മൾ കയ്യിൽ കരുതുക, വെള്ളം നമ്മൾ നന്നായി കുടിക്കുക എന്നുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പരിക്കുകളില്ലാതെ നമുക്ക് ജിമ്മിൽ നിരന്തരം പോകാം, നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ.